If you like action movies, you should definitely watch these 3 movies. Action movies നമ്മൾ ബേസിക്കലി സ്റ്റോറി നോക്കാറില്ല. അതുകൊണ്ട് ഫസ്റ്റ് മൂവിയുടെ സ്റ്റോറി എന്ന് പറയുമ്പോഴത്തേക്കും വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറിയാണ്. ഒരു പോലീസ് ഓപ്പറേഷൻ്റെ ഇടയ്ക്ക് ഒരു ഓഫീസറിന്റെ കൂടെ ഉണ്ടായിരുന്ന പാർട്ണർ മരിക്കുകയും അതിനുശേഷം ഈ ഡെത്ത് അവഞ്ച് ചെയ്യാൻ വേണ്ടി ഒരു പോലീസ് ഓഫീസർ ഇറങ്ങുന്നതാണ് ഈ മൂവിയുടെ സ്റ്റോറി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. ഒരുപാട് അടിപൊളി ഗൺ ഫൈറ്റ്സ് ഈ മൂവിയിലുണ്ട്. അതാണ് ഈ സിനിമയുടെ പ്രത്യേകത. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് പറയുന്നത് കേട്ടിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ 90s ഹോങ്കോങ്ങിൽ റിലീസായ ജോൺ വൂ ഡയറക്ട് ചെയ്ത ഹാർഡ് ബോയിൽഡ് എന്ന് പറയുന്ന മൂവി നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അടുത്ത മൂവി എന്ന് പറയുന്നത് 2006 ഹോങ്കോങ്ങിൽ റിലീസായ എക്സൈൽഡ് എന്ന് പറയുന്ന മൂവിയാണ്. ഈ മൂവിയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മലയാളത്തിൽ ഇറങ്ങിയ ബാച്ചിലർ പാർട്ടി എന്ന് പറയുന്ന മൂവി ഈ മൂവിയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് എടുത്തേക്കുന്നത്. ബാച്ചിലർ പാർട്ടി എന്ന് പറയുന്ന ഒരു മൂവിക്ക് വേണ്ടിയിട്ട് ഒരു ബിഗ് ഇൻസ്പിറേഷൻ ആണ് ഈ മൂവി എന്ന് വേണമെങ്കിൽ പറയാം. ബാച്ചിലർ പാർട്ടി കുറച്ചുകൂടെ ഫാസ്റ്റ് പേസ്ഡാണ്. ഈ മൂവി അത്യാവശ്യം സ്ലോ ആണ്. പക്ഷേ ഇതിലെ ഗൺ ഫൈറ്റ്സും ആ ഗൺ ഫൈറ്റ്സ് വരുമ്പോഴുള്ള മ്യൂസിക്കും ഒക്കെ വളരെ അമേസിംഗ് ആണ്. അടുത്ത മൂവി കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള മൂവിയാണ്. ഈ മൂവി കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഈ മൂവി ഒന്ന് കണ്ടുപോകുക. കാരണം ഒരു ആക്ഷൻ മൂവിയുടെ ഫാനാണെന്ന് പറഞ്ഞിട്ട് ഈ മൂവി കണ്ടിട്ടില്ലെങ്കിൽ അത് ഭയങ്കര നഷ്ടമാണ്. വേറെ ഒന്നുമല്ല, 2015 റിലീസായ ഗാരത്ത് ഇവൻസ് ഡയറക്ട് ചെയ്തത് റൈഡ് എന്ന് പറയുന്ന മൂവിയാണ്. ഇതിന്റെ പ്ലോട്ട് ഒന്നും ഞാൻ പറയുന്നില്ല. ഈ മൂവി തുടങ്ങി ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ബ്രൂട്ടൽ ആക്ഷൻ തുടങ്ങിയാണ്. എന്താ പറയുക, നമ്മളൊരു വീഡിയോ ഗെയിം കളിക്കില്ല, അത് ഹാർഡസ്റ്റ് ഡിഫിക്കൽട്ടി കളിക്കുന്ന പോലെയാണ് ഈ ഗെയിം. അത്രയ്ക്ക് അടിപൊളിയാണ്. സോ എവരിവൺ ഷുഡ് വാച്ച് ദിസ് മൂവി.